10-24 ലക്ഷം മുടക്കിയിട്ടേ റോഡ് നന്നാക്കിയത് ഇൻ്റർലോക്ക് ഇട്ടിട്ട്. അന്നേ നാട്ടുകാർ മൊത്തം പറഞ്ഞിരുന്നു ഇവിടെ നിർബന്ധമായിട്ട് ഡ്രെയിനേജ് റെഡിയാക്കണം, അല്ലാതെ റോഡ് നന്നാക്കിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ സ്ഥിതി അത് ഉണ്ടോ? വണ്ടികളൊക്കെ വലിയ അപാരമായ കുഴികളാണ്. റോഡിൻ്റെ ബ്ലോക്കോ അസാധ്യം. കൊണ്ടോട്ടിയിലുള്ള ആളുകൾക്ക്, തുറക്കൽ കൊളത്തൂരൊക്കെ ഉള്ള ആളുകൾക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വരാൻ പറ്റാത്ത അവസ്ഥയാണ് കൊണ്ടോട്ടിയിൽ. എന്ത് സ്ഥിതി അത്? ഇതൊക്കെ ആരെ ഉത്തരവാദിത്തമെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് ഒരു JCB വന്നിട്ട് ഈ ഡ്രെയിനേജ് ഒന്ന് മാന്തി ക്ലീനാക്കിയാൽ തന്നെ ഇവിടുത്തെ പകുതി പ്രശ്നം തീരും. ഇത് കുഴി ഉണ്ടാകുമ്പം 1.5 ഇഞ്ച് കൊണ്ടുവന്ന് അങ്ങനെ ഇടും. ആ 1.5 ഇഞ്ച് വീണ്ടും രാത്രിയിൽ വന്നിട്ട് ലോറികളൊക്കെ ചാടും, പ്രശ്നമാവും, വീണ്ടും വലിയ കുഴിയാവും. ഇത് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഒരു ലോറി ഇപ്പോൾ ഒരു കുഴിയിൽ ഇറങ്ങിയതാണ്. ഇതൊക്കെ ഇവിടുത്തെ MLA മുനിസിപ്പാലിറ്റി ആരാ ബന്ധപ്പെട്ട് വെച്ചാൽ ഒന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. കൊണ്ടോട്ടിൽ ഓട്ടോറിക്ഷക്കാരൊക്കെ സ്ഥിതി വളരെ ദയനീയ. ഓടാൻ പറ്റാത്ത അവസ്ഥ. 30 റുപ്യേൻ്റെ ട്രിപ്പ് എടുക്കണമെങ്കിൽ 50 റുപ്യേൻ്റെ ഡീസൽ കത്താണ്. മീൻ വരെ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഡ്രെയിനേജ് മാത്രമല്ല കേട്ടോ പുറക്കാത്ത. ബഷീർ കുൾബാറിൻ്റെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റുള്ള പള്ളീൻ്റെ അവിടെ നിന്ന് ഒരു ഓവാലുണ്ട്. ആ ഓവാല പടഞ്ഞു കിടക്കാം. അതും കൂടി നോക്കണം. അത് ഓപ്പണാക്കണം. അത് ഓപ്പണായി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങൾ തിരുതണ്ടങ്ങൾ ഡ്രെയിനേജൊക്കെ അടഞ്ഞിട്ട് വെള്ളം പൊന്താണ്. വല്ലാത്തൊരവസ്ഥ. വണ്ടികൾ നീണ്ട നിര തലേക്കര വരെ ബ്ലോക്ക് ഉണ്ടാവലുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക്. ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഇതിന് ബന്ധപ്പെട്ടവരുണ്ടാക്കണം നിർബന്ധമായിട്ടും. എന്തെങ്കിലും അവസ്ഥയാണിത്. ലോറിക്കാരൊക്കെ അവസ്ഥ എന്താ സ്ഥിതി? നടക്കാനും പറ്റില്ല കേട്ടോ. ഫുട്പാത്തിൽ വരെ വാഹനങ്ങളെ പാർക്കിങ്. ഒരു കഥയാണ് കൊണ്ടോട്ടിയിലെ കഥ. ഇത് നന്നാവും തോന്നണില്ല. സ്ഥിതി വളരെ ദയനീയമാണ്. ഇത് ബന്ധപ്പെട്ടവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടെത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ.